ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു പറയുക, രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല, ദൈവത്തെയും മാമോനെയും. മാമോൻ എന്ന് പറയുമ്പോൾ സമ്പത്ത് എന്നാണ് അർത്ഥം. നീ സമ്പത്തിൽ ആശ്രയിച്ച് ജീവിതം ക്രമീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. പണം കൊണ്ട് എനിക്ക് എന്തും നേടാൻ പറ്റും, ആരെയും പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കരുതുന്നവരോട് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താ? ഇതൊക്കെ നശ്വരമാണ്, ഇന്നല്ലെങ്കിൽ നാളെ കൈവിട്ടു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നീ ആശ്രയിക്കേണ്ടത് ഈ ലോകത്തിൻ്റേതായ സമ്പത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിലാണ്. എന്നിട്ട് ഉദാഹരണമായിട്ട് ക്രിസ്തു പറയുക, ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എന്നിട്ടും ഒരു പറവ പോലും പട്ടിണി കിടന്ന് മരിക്കണില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കിളികൾ ചിലപ്പോൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കാം. പക്ഷേ ആകാശപ്പറവകളിലൊന്നുപോലും പട്ടിണി കിടന്ന് മരിക്കണില്ല. കാരണം എന്താ? അവർക്ക് വേണ്ട അന്നം ദൈവം കരുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ക്രിസ്തു പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നീ ഈ ലോകത്തിൻ്റേതായ ബലങ്ങളിൽ ആശ്രയിച്ചാൽ നഷ്ടപ്പെടുന്നത് നിനക്ക് നിന്നെ തന്നെയാണ്. അതുകൊണ്ട് നീ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ തയ്യാറാണ്. അപ്പോൾ നഷ്ടങ്ങൾ പോലും നേട്ടങ്ങളായിട്ട് മാറും. ഇപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു മനുഷ്യനെയാണ് തിരുസഭ മാതാവ് ഇന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. വിശുദ്ധ തോമസ് മൂർ, എല്ലാവരും കേട്ട് കാണുന്ന പരിചയമുള്ളൊരു വിശുദ്ധനാണ്. ഇംഗ്ലണ്ടിലെ സഭയിലെ അല്ലെങ്കിൽ ഹെൻറി 8 രാജാവിൻ്റെ ചാൻസലറായിട്ട് വലിയ സേവനം ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അത്രത്തോളം ദൈവത്തിൽ ആശ്രയിച്ച് കത്തോലിക്ക സഭയോട് ചേർന്ന് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ. അപ്പോഴാണ് ഹെൻറി 8 രാജാവിന് ആനിബോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് പ്രണയം തോന്നുന്നു. തൻ്റെ ഭാര്യ കാതറിനെ ഉപേക്ഷിച്ച് ആനിബോളിനെ വിവാഹം കഴിക്കാനായിട്ട് ഹെൻറി 8 ഇങ്ങനെ തയ്യാറെടുക്കുമ്പോൾ അതിനെ എതിർത്ത വ്യക്തിയാണ് ഈ പറയുന്ന തോമസ് മൂർ. സഭയുടെ പഠനമനുസരിച്ച്, തീരുമാനമനുസരിച്ച് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരുവളെ വിവാഹം കഴിക്കാനായിട്ട് സാധ്യമല്ല. അപ്രകാരം തന്നോട് കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സ്നേഹിതനൊരുവൻ തന്നെ എതിർക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ പിടിച്ച് ജയിലിൽ അടച്ചു. എന്നിട്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. നീ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിനക്ക് വലിയ പദവികൾ, ഇതിനും വലിയ പദവികൾ നൽകാമെന്ന്. തോമസ് മൂർ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, കത്തോലിക്ക സഭയിലെ ഒരംഗമായതുകൊണ്ട് തന്നെ സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തോമസ് മൂറിൻ്റെ ഭാര്യയും മകളും വന്ന് പ്രലോഭിപ്പിക്കുന്നുണ്ട്. എന്തിന് ഈ കിട്ടുന്ന സ്ഥാനങ്ങളും ഈ കിട്ടുന്ന അധികാരമൊക്കെ നഷ്ടപ്പെടുത്തണം? തോമസ് മൂർ പറയുന്ന ഇത്ര പ്രകാരമാണ്: ഞാൻ ഇത്ര നാളും എൻ്റെ കർത്താവിന് വേണ്ടി പണിയെടുത്തു, എൻ്റെ രാജാവിനെയും രാജ്യത്തെയും സേവിച്ചു, എങ്കിലും ഞാൻ വിധേയത്വം പുലർത്തുന്നത് എൻ്റെ ദൈവത്തോട്. ഇനി രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ച് ഞാൻ ജീവിച്ചാലും എൻ്റെ ആയുസ് ഇനി എത്ര നാൾ? ഈ പ്രായം ചെന്ന് എനിക്ക് ഏതാനും വർഷങ്ങൾ കൂടെ ജീവിക്കുവാൻ വേണ്ടി എൻ്റെ ദൈവത്തെയോ എൻ്റെ സഭയെയോ തള്ളിപ്പറയാൻ എനിക്ക് സാധിക്കില്ല. ക്രൂരനായ രാജാവ് ശിക്ഷാ നടപടി പ്രഖ്യാപിക്കുന്ന കഴുത്ത് ഇങ്ങനെ മുറിച്ചു മാറ്റുക, ശിരസ് ഛേദിക്കുക. മഴുകൊണ്ട് വെട്ടാൻ ആരാച്ചാർ വരുമ്പോൾ തോമസ് മൂർ പറയുന്ന ഇപ്രകാരമാണ്: എൻ്റെ നീണ്ട വെളുത്ത താടി ഒരു അപരാധവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ താടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ എൻ്റെ കഴുത്ത് അറുത്ത് മാറ്റിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്ക് വേണ്ടി
വിശ്വാസത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ഒരു വലിയ വിശുദ്ധനെയാണ് തിരുസഭ മാതാവ് എന്ന് പ്രത്യേകം അനുസ്മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തിൻ്റെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല, സ്വർഗം സ്വന്തമാക്കുന്ന നേട്ടങ്ങളാണെന്ന് ഈ വിശുദ്ധൻ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് നമുക്കും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാം. വയലിലെ ഇത്തിരി പോന്ന ലില്ലി പുഷ്പങ്ങളെ എത്രത്തോളം മനോഹരമായിട്ടാണ് ദൈവം അലങ്കരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, സോളമൻ രാജാവ് പോലും ഇത്രത്തോളം അലങ്കൃതനായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അല്പവിശ്വാസികളെ, നിങ്ങൾ എത്ര അധികമായിട്ട് നിങ്ങളുടെ ദൈവം പരിപാലിക്കുക എന്നറിയുക. അതുകൊണ്ട് ഉത്കണ്ഠ വേണ്ട, ആകുലത വേണ്ട. കാരണം നിങ്ങളെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, വഴി നടത്തുന്ന ഒരു ദൈവം കൂട്ടിനുണ്ട്, കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക.